നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കിണ്ണത്തപ്പം തയ്യാറാക്കിയെടുക്കുക. ഒരു ഗ്ലാസ് പച്ചരി ഒരു 3 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം. എന്നിട്ട് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം അതിലേക്ക് ഒരു മുട്ട, ഒരു 4 ഏലക്ക, അര ഗ്ലാസ് പഞ്ചസാര, ഇച്ചിരി തേങ്ങാപ്പാലും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം ബാക്കി പാലും ഇച്ചിരി ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. ഏലക്കയുടെ കുരുവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ബാക്കി തേങ്ങാപ്പാലും ചേർത്തിട്ട് നന്നായി മിക്സ് ആക്കിയിട്ട് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. നമ്മളൊരു തേങ്ങയുടെ പാലാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് വേണം പാലെടുക്കാൻ വേണ്ടിയിട്ട്, വെള്ളം കുറച്ചിട്ട് വേണം പാലെടുക്കാൻ. ഇനി നമുക്കിതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കണം. നമ്മളൊരു ഇടിയപ്പച്ചെമ്പിൽ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒരു പ്ലേറ്റ്, അതിൽ നമ്മൾ ഇച്ചിരി എണ്ണയോ നെയ്യോ എന്തെങ്കിലും തടവിയിട്ട് ഇത് നമ്മുടെ മിക്സ് ഒഴിച്ച് കൊടുക്കണം. അതിൻ്റെ പുറത്തേക്ക് ഇച്ചിരി നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കണം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് പിന്നെ നമ്മളത് ചൂടാറാൻ വേണ്ടി വെക്കണം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാം. ബാക്കി മാവ് ഞാൻ അങ്ങനെ ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പമാണ് തയ്യാറാക്കുക.